കേരള തമിഴ്നാട് അന്തർ സംസ്ഥാന പാതയ്ക്കായി കേരളത്തിന് പിന്നാലെ തമിഴ്നാടും പ്രതിഷേധിക്കുന്നു. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ തേവാരത്ത് വ്യാപാരികൾ കടകളടച്ച് സമരം നടത്തുന്നു. സമരത്തിന് മേഖലയിലെ വ്യാപാരി വ്യവസായി സംഘടനകളും ടാക്സി ഡ്രൈവർമാരുടെ സംഘടനകളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. തേനി ജില്ലയിലുള്ള തേവാര വെട്ടിവഴി മീനാക്ഷിപുരത്ത് എത്തിച്ചാൽ തേനി നെടുങ്കണ്ടം ദൈർഘ്യം 70 കിലോമീറ്ററിൽ നിന്ന് 36 കിലോമീറ്ററായി ചുരുങ്ങും. തേനി ജില്ലയിൽ നിന്ന് തൊഴിലാളികൾ ഉടുമ്പൻചോലയിലെ വിവിധ കൃഷിയിടങ്ങളിലേക്കും നെടുങ്കണ്ടം വഴിയാണ് വരുന്നത്. മാത്രമല്ല ഇവിടെ നിന്ന് വിദ്യാഭ്യാസം, തൊഴിൽ, വ്യാപാരം തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി തമിഴ്നാട്ടിലേക്ക് പോകുന്നവർക്കും ഈ റോഡ് ഏറെ പ്രയോജനകരമാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതുവഴി നാട്ടുകാർ സംയുക്തമായി റോഡ് നിർമ്മിച്ച് വാഹനങ്ങൾ കടന്നുപോയിരുന്നു. എന്നാൽ തമിഴ്നാട് വനം വകുപ്പ് റോഡ് അടച്ച് ഗതാഗതം നിരോധിച്ചതോടെ പ്രദേശമാകെ വനമായി മാറിയിരിക്കുകയാണ്. കടയടപ്പ് സമരത്തിന് ശേഷം വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സമര നേതാക്കൾ അറിയിച്ചു. നേരത്തെ ഇവിടെ ഈ വഴിക്ക് ആൾക്കാർ വന്നുകൊണ്ടിരുന്നതും പണിക്കാരും കച്ചവടക്കാരും എല്ലാവരും പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത് ഈ വഴിയായിരുന്നു. പിന്നെ വനവകുപ്പിൻ്റെ ഇതുകൊണ്ട് ഈ പണി അത് നടന്നില്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട്, പണിയൊക്കെ നടക്കുമെന്ന്. പക്ഷെ നാളെ തമിഴ്നാട്ടിലും ഇത് വെച്ച് പ്രശ്നം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പണിക്കാരെന്ന് പറഞ്ഞാൽ ചുറ്റിയാണ് വരുന്നത്. ഇവിടെ പണിയാൻ വരുന്നവരൊക്കെ നമ്മുടെ കമ്പംമെട്ട് ഇങ്ങനെയൊക്കെ ചുറ്റിയാണ് വരുന്നത്, ഒത്തിരി കിലോമീറ്റർ. ഇതാണെങ്കിൽ ഈ റോഡ് തുറന്നെങ്കിൽ പെട്ടെന്ന് വരാനുള്ള വഴിയുണ്ട്. ഒരു അരമണിക്കൂറേ ഉള്ളൂ. അരമണിക്കൂർ താഴെ വരാം, ഒരു 1.25 മണിക്കൂർ മുകളിലും വരാം. തമിഴ്നാട് സർക്കാർ ഇതുവഴി റോഡ് നിർമ്മിക്കുന്നതിന് 1981 തറക്കല്ലിടുകയും 1988 തമിഴ്നാട് ഗസറ്റിൽ 2 മീറ്റർ വീതിയുള്ള റോഡിനെ കുറിച്ച് വിജ്ഞാപനമിറക്കുകയും ചെയ്തിരുന്നു. റോഡ് നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനായി തമിഴ്നാട് വനം വകുപ്പ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ കേരളത്തിലെയും തമിഴ്നാട് തേവാരം പ്രദേശത്തെയും ജനങ്ങളുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യം ഇതുവരെയും നടപ്പായില്ല. 2006 ഇവിടുന്ന് വഴി വെട്ടി താഴെ ഇറങ്ങിപ്പോയി. ഏതാണ്ട് 1.5 മാസത്തോളം വണ്ടി ഓടിയത്. അത് കഴിഞ്ഞ് വഴി അടയ്ക്കുന്നത് എന്നാച്ച് കഴിഞ്ഞാൽ ഈ വഴി വെട്ടി ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാനിവിടെ പെര വെക്കാനായിട്ട് ചുടുകട്ട പിടിക്കാനായിട്ട് പാണ്ടിയിൽ നിന്ന് കിടു കൊണ്ടുവന്ന് ജീപ്പിനെ ഇവിടുന്ന് കൊണ്ടുവന്ന. അത് കഴിഞ്ഞിട്ട് ഒരു 30-35 ദിവസം കൂടെ വണ്ടി പോയി. അത് കഴിഞ്ഞപ്പം അവർ വഴിയങ്ങ് അടച്ചു. ഈ വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കോമളിക്കൊക്കെ പോകുന്നവർക്ക്, ദേവാരത്തുനിന്ന് പോകുന്നവർക്ക് ഒരു 10-35 കിലോമീറ്റർ ലാഭമുണ്ട്, ഏറ്റവും കുറഞ്ഞത്. പിന്നെ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വികസനത്തിന് പറ്റിയൊരു മേഖലയും കൂടെയാണ് ഈ വഴി തെളിഞ്ഞു കഴിഞ്ഞാൽ. ഇയാൾക്ക് തോട്ടങ്ങൾക്ക് പോകാൻ എളുപ്പം. തൊട്ടടുത്ത് ഒരു ഈ ഹൈ റേഞ്ച് മലകളിൽ ഏറ്റവും കുറഞ്ഞ ഉയരമുള്ള മല ഇതാ. അപ്പം ഇതിന് എങ്ങനെയെങ്കിലും ഒരു വഴി വെച്ച് കൊടുത്താൽ ഈ ഊരുകാർക്ക് ഭയങ്കര പ്രയോജനമായിരിക്കും. തമിഴ്നാട് സംഘടനാ പ്രതിനിധികളുടെ നിലപാട് പ്രതിഷേധ പരിപാടികളിലൂടെ സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഇവരുടെ നീക്കം. ഉടുമ്പൻചോലയിൽ ഏലത്തോട്ടമുള്ള തമിഴരിലൂടെ തമിഴ്നാട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ആവശ്യം നേടിയെടുക്കാനുള്ള നീക്കത്തിലാണ് കേരളവും. പണ്ട് ആളുകൾ സഞ്ചരിക്കുകയും വാഹനങ്ങളൊക്കെ ഓടുകയും ചെയ്തിരുന്ന റോഡായിരുന്നു തേവാരം മെട്രോ റോഡ്. അത് പിൽക്കാലത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് അടയ്ക്കുകയും അതുവഴിയുള്ള സഞ്ചാരം നിരോധിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. വിസ്മൃതിയിലാണ്ടുപോയ ആ റോഡിനെ നമ്മൾ തൊട്ടടുത്ത കാലത്ത് അത് സമൂഹ മാധ്യമത്തിൽ ചർച്ചയാക്കുകയും സോഷ്യൽ മീഡിയയുടെയും സമൂഹത്തിൻ്റെയും സഹായത്തോടു കൂടി അതൊരു സജീവ ചർച്ചയാക്കി മാറ്റുകയും വീണ്ടും റോഡ് നിർമ്മാണം എന്ന ആവശ്യത്തിലേക്ക് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജനങ്ങൾ സംയുക്തമായി അഭിപ്രായവും ആഗ്രഹവും പ്രകടിപ്പിക്കുകയും തേനി എംപിയും ഉൾപ്പെടെ ഇടുക്കി MP, MLA ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ തുറയിലും പെട്ട ആളുകളുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി നമ്മൾ ഈ വിഷയം സജീവ ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ടായി. എന്നാൽ വീണ്ടും അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് ഗവൺമെൻറ് ഭാഗത്തുനിന്നും, പ്രത്യേകിച്ച് തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് നെടുങ്കണ്ടം പഞ്ചായത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് തേവാരമെട്ട്. അപ്പം നെടുങ്കണ്ടം പഞ്ചായത്തിൽ നിന്നും 3 കിലോമീറ്റർ 600 മീറ്റർ അതാണ് അതിൻ്റെ ഒരു ദൂരം ഇനി നമ്മൾ റോഡ് പണിയേണ്ടതായിട്ടുള്ളത്. ഇത്രയും സ്ഥലം സഞ്ചാരയോഗ്യമാക്കിയാൽ ഇവിടെ നിന്നും 10-30 കിലോമീറ്റർ ലാഭമാണ് തേനിയിലേക്ക് പോകാൻ. ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഇവിടുന്ന് നെടുങ്കണ്ടം പഞ്ചായത്ത് അല്ലെങ്കിൽ ഉടുമ്പൻചോല താലൂക്കിൽ നിന്ന് ഒരു രോഗിയെ കൊണ്ടുപോകുന്നതിന് ഏറ്റവും പെട്ടെന്ന്
കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഏറ്റവും സാങ്കേതിക സൗകര്യമുള്ള ഹോസ്പിറ്റൽ എന്നുള്ള നിലയിൽ തേനി മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ കഴിയും. അതുമാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്ന് തൊഴിലാളികൾക്കും കച്ചവടക്കാർക്കും കേരളത്തിലേക്ക് വരാനും കേരളത്തിൽ നിന്നുള്ളവർക്ക് തമിഴ്നാട്ടിലേക്ക് പോകാനും വിദ്യാർത്ഥികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പഠിക്കുന്നതിനും ഒക്കെയുള്ള ഒരു അന്തർ സംസ്ഥാന ബന്ധം കുറച്ചുകൂടി ദൃഢമാക്കി എടുക്കുന്നതിന് ഈ റോഡ് ഉപകരിക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ കാഴ്ചപ്പാട്. ദൗർഭാഗ്യവശാൽ അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഒരു ഏജൻസിയും ഇനിഷ്യേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ തേവാരത്ത് കടകളടച്ച് വ്യാപാരികൾ സമരം നടത്തുന്നു. കടയടപ്പ് സമരത്തിന് ശേഷം വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സമര നേതാക്കൾ അറിയിച്ചു. தேவாரம் சுற்றுப்பகுதி 25 கிராம மக்களின் 65 ஆண்டு கால கோரிக்கையான சாக்களத்துமெட்டு சாலை அமைந்தால் தேவாரம் சுற்றுப்பகுதி கிராமமும் மற்றும் தமிழ்நாட்டையும் கேரளாவையும் இணைக்கக்கூடிய இடுக்கி மாவட்டமும் வணிக ரீதியாகவும் தோட்ட தொழிலாளர்களுக்காகவும் மிகவும் பயனுள்ளதாக இருக்கும். கேரளாவை இணைக்கக்கூடிய உடுப்பஞ்சோலைக்கு போக முடியும் என்றால் கம்பம் மெட்டு குமிளி இந்த வழியாக வந்தால் 60 கிலோமீட்டர் 70 கிலோமீட்டருக்கு செல்ல வேண்டிய ஒரு கஷ்டமான சூழல் இருக்குது. அதே மாதிரி போடி மெட்டு வழியாக போகிறால் 60 கிலோமீட்டருக்கு அதிகமாக செல்ல வேண்டிய ஒரு கஷ்டமான சூழல் இருக்குது. ஆனால் அந்த தேவாரம் சாக்களத்துமெட்டு சாலை அமைந்தால் கிட்டத்தட்ட அடிவாரத்து வரைக்கும் 6 கிலோமீட்டருக்கு சாலை அமைத்துள்ளார்கள் 1981. அதை மீதமுள்ள 4.6 கிலோமீட்டருக்கு சாலை அமைத்தால் மிகவும் நேரமும் மிச்சம், எரிபொருள் மிச்சம், போக்குவரத்துக்கு மிகவும் எளிமையாக செல்லக்கூடிய ஒரு சூழ்நிலை ஏற்படும். அதே போன்று கேரளாவுக்கும் அங்கே இருக்கக்கூடிய இடுக்கி மக்கள், அதாவது தமிழர்கள் அதிகமாக வசிக்கக்கூடிய இடுக்கி மாவட்ட மக்கள் மருத்துவத்திற்காக கிட்டத்தட்ட ஒரு 30 நிமிடம் 40 நிமிடத்தில் சென்று ஒரு மருத்துவத்தை பெற்று உயிர் காக்கக்கூடிய ஒரு சூழலும் ஏற்படும். வணிகமும் இந்த பகுதி செழிப்படையும் என்பதை மத்திய அரசுக்கும் மாநில அரசுக்கும் வனத்துறைக்கும் நாங்கள் கோரிக்கையாக வைக்கின்றோம். தொடர் போராட்டங்களில் இதுவும் ஒன்று. இனி அடுத்தடுத்து பல்வேறு மக்களையும் பல்வேறு கட்சிகளையும் அனைத்து தரப்பு மக்களையும் ஒருங்கிணைத்து பல வழிகளிலும் போராட்டத்தை வெற்றியடையும் வரை தொடர்ந்து செய்வோம். இதற்கு பாண்டியர்குல வணிகர் சங்கம் മുന്നെടുത്ത് തുടർന്ന് செயல்படும் என்பதை உங்கள் മുൻ தெரியப்படுத்திக் கொள்கின்றோம். കടയടപ്പ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മേഖലയിലെ വ്യാപാരി വ്യവസായ സംഘടനകളും ടാക്സി ഡ്രൈവർമാരുടെ സംഘടനകളും രംഗത്തെത്തി. கேரளா மக்களும் நம்மளும் அந்நிய உண்ணியமாக சொந்த பந்தமாக இருப்போம். காணா வழக்கு மருத்துவமனைக்கு கேரளாவில் இருந்து 1 மணி நேரத்தில் மருத்துவ வசதிக்காக வந்து சேர்ந்துருவாங்க, வைத்தியம் பார்த்துருவாங்க, அந்த பேஷண்ட்டை காப்பாற்றலாம். இதுக்காக பலகட்ட போராட்டங்களை நடத்தியிருக்கோம், இன்னும் போராட்டம் நடத்துவோம். விரைவில் இந்த சாலையை திறப்பதற்கு அரசு அனைத்து ஆவணம் செய்ய வேண்டும் என்று താഴ്മയുடன் കേട്ടുകൊള്ളുகிறோம். കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വളരെയധികം ആവശ്യം ഉയർന്നു വരുന്ന ഒരു വിഷയമാണ് ഉടുമ്പൻചോലയുടെ നെടുങ്കണ്ടത്തു നിന്നും തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ തേവാരത്തേക്കുള്ള സാക്കുളത്തുമേട് തേവാരം റോഡ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും അനുദിനം ആയിരക്കണക്കിന് തൊഴിലാളികളാണ് കേരളത്തിലെ ഏലത്തോട്ടങ്ങളിലേക്ക് പണിയെടുക്കുവാൻ രാവിലെ വാഹനങ്ങളിൽ വരികയും വൈകുന്നേരം തിരികെ പോവുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും നിരവധി പേര് ഏറ്റവും അടിയന്തര ഘട്ടത്തിൽ ചികിത്സാ ആവശ്യത്തിന് ആശ്രയിക്കുന്ന ആശുപത്രിയാണ് തേനി മെഡിക്കൽ കോളേജ്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏലക്ക ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന വിപണിയാണ് തേവാരം. ഇങ്ങനെ വാണിജ്യപരമായും വ്യവസായികപരമായും കാർഷികപരമായും ആരോഗ്യപരമായും കേരളവും തമിഴ്നാടും ഏറെ പരസ്പരം ആശ്രയിച്ചു നിൽക്കുമ്പോൾ അവർക്കേറെ പ്രയോജനകരമായി ചുരുങ്ങിയ കിലോമീറ്ററിനുള്ളിൽ പരസ്പരം കടന്നു പോകാവുന്ന ഈ പാത പൂർത്തിയാക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് തേവാരത്ത് തമിഴ്നാട്ടിൽ കടകൾ അടച്ചുകൊണ്ട് സമരം ചെയ്യുകയാണ്. ഇനി മുന്നോട്ടും തുടർ നടപടികൾ ഉണ്ടാകും. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ ഇടപെട്ടുകൊണ്ട് ഈ റോഡ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് ആവശ്യം. ഇടുക്കിയിൽ നിന്നും ഷെക്കാന ന്യൂസിന് വേണ്ടി ജോൺസൺ കൊച്ചുപറമ്പൻ, തേവാരം.